ഹായ് ഫ്രണ്ട്സ്, AK ജൂലി വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കിടങ്ങറ ബസാറാണ്. കിടങ്ങറ ബസാർ സ്ഥിതി ചെയ്യുന്ന ഒരു ചൂണ്ടക്കടയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് ചൂണ്ടക്കട. ഇതിൽ പരിചയപ്പെടുത്തിയാണ് ഈ കിടങ്ങറ ബസാറിൽ എവിടെയാണ് സ്ഥിതി ചെയ്തത്. ഹായ്, ചൂണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? ഈ ചൂണ്ട എനിക്ക് ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു, ഇതിൻ്റെ മെഷീൻ കാര്യങ്ങളൊക്കെ? അതെ അതെ. ചൂണ്ട എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചൂണ്ട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപയോഗം അനുസരിച്ച് വേണം നമ്മൾ ചൂണ്ട എടുക്കാൻ. രണ്ട് ടൈപ്പ് ഫിഷിങ്ങാണ് നമ്മൾ നോർമലി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കാർ ഫിഷിങ്, വലിയ ഫീഡൊക്കെ കിട്ടുന്ന 100-150 ഗ്രാം കാസ്റ്റിങ്ങുള്ള ഫീഡൊക്കെയാണ് നിലവിൽ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വരുന്നത് ലൂർ കാസ്റ്റിംഗ്, രണ്ടായിട്ട്. അപ്പോൾ നമ്മൾ കാർ ഫിഷിങ് പോലെ കട്ട്ള ഒരുപാടൊക്കെ പിടിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും നല്ല നൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള റോഡും വലിയ സൈസ് മെഷീനും കനമുള്ള നൂലുമാണ് നമുക്ക് കാർ ഫിഷിങ്ങിന് വേണ്ടി പറ്റുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ എവിടെയെങ്കിലും ഉടക്കി വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈഡർ പൊട്ടി പോകും, കനം കുറഞ്ഞ നൂലാണ്. അതുകൊണ്ടാണ് നമ്മൾ കനമുള്ള നൂല് ഈ കാർ ഫിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏകദേശം 100 മീറ്ററോളം നൂല് കയറുന്ന സ്കൂൾ സൈസുള്ള മെഷീൻ എടുക്കുന്നതായിരിക്കും കാർ ഫിഷിങ്ങിന് ഏറ്റവും നല്ലത്. കാർ ഫിഷിംഗ് റോഡെന്ന് പറയുമ്പോൾ ഏകദേശം റേറ്റൊക്കെ വളരെ കുറവാണ്. 10-75 ഒരു കാർ ഫിഷിംഗ് റോഡ് കിട്ടും. കയ്യിൽ ഏകദേശം നല്ല ഒരു 10,200 രൂപ പോലെ നമുക്ക് കാർ ഫിഷിങ്ങിനുള്ള റോഡുകൾ കിട്ടും, കുറഞ്ഞതും കിട്ടാം. പിന്നെ ലൂർ കാസ്റ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ കനം കുറഞ്ഞ റോഡും സ്കൂൾ സൈസ് കുറവുള്ള മെഷീനും കനം കുറഞ്ഞ ബ്രൈഡും. കാരണം ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം കാസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൂ, നമുക്ക് നല്ല ലോങ് കാസ്റ്റിംഗ് കിട്ടത്തുള്ളൂ, മീൻ കിട്ടാൻ ചാൻസ് കൂടുതൽ. ഇപ്പോൾ രണ്ട് ടൈപ്പുള്ള റോഡുകളും റീലുകളും എല്ലാം നമുക്കിവിടെ ഉണ്ട് നിലവിൽ. ഇപ്പം ഇത് അൾട്രാലൈറ്റ് ചെറിയ പരിപാടിക്കുള്ളവ 10-70 സെൻറ്റിമീറ്റർ വരത്തുള്ളൂ. ലുക്കാന നമ്മൾ കമ്പനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലുക്കാനയുണ്ട്, പയനിയറുണ്ട്, ഡൈവയുണ്ട്, പിന്നെ വേറെ ഒരുപാട് ചെറിയ കമ്പനികളും വലിയ കമ്പനികളും ഒക്കെ ആയിട്ട് പലതുണ്ട് നമുക്കിവിടെ ഉണ്ട്. അപ്പം നമ്മൾ വന്ന് കയറുന്നതല്ലേ നമ്മുടെ ഇവിടെ ചൂണ്ട മേടിക്കാൻ വരുന്ന ആളുടെ താല്പര്യം എന്താണോ അത് പ്രകാരം ചോദിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് റോഡ് ഇപ്പോൾ ഒരു 700 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 7 അടി, 8 അടി, 6 അടി, 7 അടി, 8 അടി, അങ്ങനെ 3 സൈസ്. പിന്നെ മേളിൽ കൊമ്പൊക്കെ വരും. പിന്നെ റീലും അതുപോലൊക്കെ തന്നെ. റീലിപ്പം കുറഞ്ഞ റീലുകളൊക്കെ ഉണ്ട്. 10-550 രൂപയുള്ള റീലുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. റീൽ സൈസുകളുണ്ട്. പിന്നെ നമുക്ക് കൂടുതലും നിലവിൽ ഇവിടെ കാസ്റ്റിംഗ് ലൂർ കാസ്റ്റിംഗ് ആണെങ്കിൽ കാണിച്ചു തരാം. നമുക്ക് അത്യാവശ്യം ബീനേഴ്സിനെ പറ്റിയ എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ഹാൻഡ് മെയ്ഡ് ഫ്രോക്കുകളൊക്കെ ആണെങ്കിലും എല്ലാ മോഡലുകളും കിട്ടുന്ന എല്ലാ മോഡലുകളും നമ്മൾ എടുത്തിടുന്നുണ്ട്. നല്ല കളറുകളെ ആക്ഷന് എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് വേറെ വേണ്ടത് വരാലെ ചെറിയ റബ്ബർ ഫ്രോക്കുകൾ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. 150 രൂപ ഫ്രോക്ക് അവൈലബിൾ ആണ്. പിന്നെ ബ്രൈഡുകൾ എന്ന് പറയുന്നത് കണ്ടോ, ഇഷ്ടംപോലെ ബ്രൈഡുകളാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഏത് വന്നാലും നല്ല ബ്രൈഡുകൾ നോക്കി നമ്മൾ സെലക്റ്റീവായിട്ട് ഇടുന്നുണ്ട്. ഇത് ചെറിയ വിലയുള്ളൂ, 10 മീറ്റർ പീസായിട്ടാണ്. വലിയ വിലയൊന്നുമില്ല, ചെറിയ വിലയുള്ളൂ. ഈ വെള്ളം പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാൻ നല്ല കൗതുകമുള്ള സാധനങ്ങളും ഉപയോഗമുള്ള സാധനങ്ങളും ഒക്കെ നമ്മുടെ ഈ സ്നേക്ക് പാടെന്ന് പറയും. നമ്മൾ ഈ പുല്ലിനകത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്താണ്? ഇത് ഗഫാണ്. സൈഡിൽ വരുന്ന മീനുകളൊക്കെ, കുരുവാള പോലുള്ള മീനുകളൊക്കെ നമുക്ക് കോരിയെടുക്കാനുള്ള സാധനമാണ്. തെറ്റാലിയൊക്കെ പിന്നെ തെറ്റാലി ഐറ്റംസ് ഒക്കെ ഉണ്ട്. നല്ല തെറ്റാലിയാണ്, നല്ല പണിയാണ്. ഇതിൻ്റെ ഈ വില്ല് മടക്കിക്കൊണ്ടൊക്കെ കൊണ്ടുവരാം, ഇങ്ങനെ മടക്കിക്കൊണ്ടുവരാം ബാഗിനകത്ത് കൊണ്ടുപോകും. പിന്നെ ഏകദേശം ഒരു 150 LB വരുന്ന നൂലാണ് കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡാറ്റ, പിന്നെ ഈ മോഡലുണ്ട്. കിട്ടുന്നിടത്തുനിന്നെല്ലാം നമ്മൾ എടുത്തിടും, ഒരു കൗതുകത്തിനെല്ലാം തന്നെ എടുത്തിടും. പിന്നെ ഇതുണ്ട്, ഈ മോഡൽ തെറ്റാലി ഉണ്ട്. പിന്നെ ഈ മോഡൽ സ്ലിംഗ് ഷോട്ട് ഉണ്ട്, ഗൺ ടൈപ്പ് സ്ലിംഗ് ഷോട്ട് ഉണ്ട്, ഇത് കൊള്ളാം അല്ലേ? ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ ചെറിയ സ്ലിംഗ് ഷോട്ടുകളുണ്ട്, കയ്യിൽ വെക്കുന്ന ചെറിയ സ്ലിംഗ് ഷോട്ട്, അതൊക്കെ ഉണ്ട്. എല്ലാം ബോക്സിനകത്തൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട്. പിന്നെ എന്താണെങ്കിലും ഇപ്പോൾ ഒരാൾ പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ അറിയാൻ മേലാത്തയാളാണ് കൂടുതൽ ഇവിടെ വരാറ്. അവരെല്ലാം എറിഞ്ഞ് പഠിപ്പിച്ച് അവർ തൃപ്തിയായിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. പിന്നെ വേറെന്താ പറയുക, വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്നയാളുടെ ആഗ്രഹം എന്താണോ അത് പ്രകാരം. പിന്നെ നമ്മൾ റിപ്പയറിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് റീലിന് എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമുക്ക് മാറാൻ പറ്റുന്ന പാർട്സുകൾ കിട്ടുന്നത് മാറിയിട്ട് തരും. ഇല്ലാന്നുണ്ടെങ്കിൽ റിപ്പയറിംഗ് ഒക്കെ ബാക്കിയത്തെ മെഷീൻ്റെ പരിപാടികൾ ഏകദേശം ഒക്കെ ചെയ്യുന്നുണ്ട്. റോഡും കാര്യങ്ങളൊക്കെയാണ് ഗൈഡെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെല്ലാം ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും.
ഇത് കടങ്ങറ ബസാറിലുള്ള ഒരു ചൂണ്ടക്കടയാണ്. ഏത് സൈസ് ചൂണ്ട ഇവിടെ ഉണ്ട്, എല്ലാ ചൂണ്ട അവൈലബിളാണ്. ഏത് ചൂണ്ട വെച്ചാലും ആ ചൂണ്ടയുണ്ട്. ആ കാര്യങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുന്നതാണെങ്കിൽ ആയിരിക്കും അറിയാൻ മേലാത്തവർക്ക്. എല്ലാവരെയും പഠിപ്പിച്ച് അറിയാൻ മേലാത്തവരെല്ലാം സെറ്റാക്കി നമ്മൾ എറിഞ്ഞ് കാണിച്ച് പഠിപ്പിച്ചു വിടാം. ആ രീതിയിൽ നമുക്ക് ഇവിടെ എല്ലാം സൗകര്യമുണ്ട്. ഫ്രണ്ടിൽ ആറാണ്, സൈഡിൽ പാടമാണ്, എല്ലാം ചെയ്യാം. പിന്നെ ദൂരെയുള്ളവർക്ക് കൊറിയർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊറിയർ അയച്ചു തരാം, ഒന്നും കുഴപ്പമില്ല. കൊറിയർ ചാർജ് ചെറിയ എമൗണ്ട് പൈസ വരത്തുള്ളൂ, അത് കൊറിയർ അയച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ട്, മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ അതിൽ താഴെ കൊടുത്തേക്കും. ശരി.